കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡിന്റെ അക്കാദമിയിൽ നിന്നും കളി പഠിച്ചു വളർന്നു വന്ന ഒരു താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വെറുതെയാകില്ല എന്നൊരു ഇൻറ്റ്യൂഷൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷകളില്ലാതിരുന്ന ഒരു സീസണിൽ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ രക്ഷകരായി അവതരിക്കും എന്നൊരു പ്രതീക്ഷാശൂന്യതയുടെ നടുവിലെ പ്രതീക്ഷയായിരുന്നു അതിൻ്റെ ആധാരം. ആ ഒരു പ്രതീക്ഷ തെറ്റിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന താരമായിട്ടുള്ള ഫ്രാഞ്ചുവിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ ഫ്രാൻസിസ്കോ അബേലോ എന്ന നമ്മുടെ ഫ്രാഞ്ച് തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ പോയ മാസത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം കേവലം വിരലിലെണ്ണാവുന്നതിൽ താഴെ മത്സരങ്ങൾ മാത്രം കളിച്ച നമ്മുടെ ഫ്രാഞ്ചു എന്ന സൂപ്പർ താരം സ്വന്തമാക്കി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ലേറ്റായി വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾക്ക് ചിറക് സമ്മാനിക്കാൻ ഫ്രാഞ്ചുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫ്രാഞ്ചുവിനോടൊപ്പം അഡ്രിയാൻ ലൂണയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ കുറേ പ്രതീക്ഷകൾ പങ്കുവെക്കാം എന്നല്ലാതെ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ ഒരു അവസരം ഈ ഒരു പിഴച്ച മാനേജ്മെന്റ് തരുന്നില്ല എന്നുള്ള ദയനീയത കൂടി പങ്കുവെക്കണം.